ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അരിപ്പൊടി കൊണ്ട് ഒരു പാസ്ത പോലത്തെ ഒരു റെസിപ്പിയാണ് കേട്ടോ. പാസ്ത കൊണ്ട് മാത്രമല്ല, അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഏകദേശം ആ രൂപത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂണ് ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്ത് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം കുറച്ചായി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബോളുകളാക്കിയിട്ട് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു നീളത്തിൽ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എല്ലാം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി തട്ടിലിട്ടിട്ട് ഒന്ന് ആവി ചെയ്ത് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റോളം മാത്രം മതിയാവും കേട്ടോ ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈമിൽ നമുക്ക് ചീസ് ഒന്ന് ഇങ്ങനെ ചെറുതാക്കി ഇതിൽ ഉരുത്തി വെക്കാം കേട്ടോ. ചീസ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പൊക്കെ പോയതിന് ശേഷം മാത്രമേ നമ്മളിങ്ങനെ ചെയ്യാവൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചീസ് വലിഞ്ഞ് വരില്ല. എൻ്റെത് അങ്ങനെ വലിഞ്ഞ് വന്നിട്ടില്ല കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരത്തെ തന്നെ ഇങ്ങനെ ആക്കി വെക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് വലിഞ്ഞ് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടറാണ് കേട്ടോ നിങ്ങൾ നിർബന്ധമായിട്ടും ചേർക്കേണ്ടത്. എപ്പോഴാണ് നമുക്ക് പാസ്തേൻ്റെ സെയിം ടേസ്റ്റിൽ കിട്ടുക കേട്ടോ. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. ബട്ടർ കയ്യിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളീൻ്റെ ആ പച്ച സ്മെല്ല് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ബട്ടറിൽ ചേർത്താൽ അങ്ങനെ കിട്ടില്ല. സൺഫ്ലവർ ഓയിലാണെങ്കിൽ ചെറിയൊരു വെളുത്തുള്ളിൻ്റെ ചൊയ ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് അരിപ്പൊടി കുറച്ച് പാലിലൊന്ന് മിക്സ് ചെയ്ത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ആ അരിപ്പൊടിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ആ ടൈമിൽ കുറച്ചും കൂടെ പാല് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കട്ടകളില്ലാതെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ക്രീം പോലെ ആക്കിയെടുക്കുക കേട്ടോ. ആ ഒരു ടൈമിൽ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് ഒറിഗാനോയുടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്ത് ആ കട്ടകളൊക്കെ പോയി ഈ മുളകിൻ്റെ എരിവൊക്കെ കുറച്ച് ഒന്ന് എല്ലാത്തേക്കും ആവും പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലൂസിൽ വേണം കേട്ടോ ഇത് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അധികം ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ അരിപ്പൊടി വേവിച്ചത് ഇടുമ്പോൾ കുറച്ച് കട്ട പോലെ ആയിപ്പോവും. കുറച്ചൊരു ക്രീമി ലുക്ക് കിട്ടണമെങ്കിൽ ഈ കുറച്ചും കൂടെ പാല് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. മൊസറല്ല ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സ്ലൈസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് മുഴുവനായിട്ട് ഇതിൽ ചേർക്കുന്നുണ്ട്. ആ മൊസറല്ല ചീസിൻ്റെ പകുതിയോളം ഭാഗം ഞാനിതിൽ ചേർക്കുന്നുണ്ട്. പകുതി എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ഇതിൽ ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ചീസ് മെൽറ്റായി വരുന്നവർ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയ പാസ്ത ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് ചീസ് മെൽറ്റായിട്ട് അധികം വന്നിട്ടില്ല. അത് ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുത്തിട്ടുള്ള ചീസ് ആയതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് സമയം മുന്നേ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വലിഞ്ഞ് വരുന്നു. കാണാൻ നല്ല ലുക്ക് ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് നമ്മൾ ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കിട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു നല്ല ഹെൽത്തി റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.